ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് ഇതുപോലെ യോക്ക് വെച്ചിട്ടുള്ള ഒരു കുർത്ത എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് കളറും പിന്നെ ഒരു അര മീറ്റർ വേണ്ട കേട്ടോ ഇതുപോലെയുള്ള പീസ് വയ്ക്കാനായിട്ട് കുറച്ച് ലേസുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് തുണി ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്, 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഫോൾഡഡ് സൈഡാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതേ രീതിയിലൊന്ന് മടക്കി നമുക്ക് ഇടാം. ഇനി ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും മാർക്ക് ചെയ്യാം. ഷോൾഡർ തന്നെയായിരിക്കും ആം ഹോളായിട്ട് വരുന്നത്. ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ബൈ 4 + 2 ഇഞ്ച് ആ രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എടുത്തതിനേക്കാൾ 1 ഇഞ്ച് കുറവായിരിക്കും വേസ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് വരുന്നത്. ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മുടെ സ്ലിറ്റ് ലെങ്ത്ത് എത്രയാണോ അത് തന്നെ എടുക്കാം. സ്ലിറ്റ് റൗണ്ടായിട്ട് വരുന്നത് ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയായിരിക്കും കേട്ടോ. ഇതിങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലിറ്റിനുള്ളതാണ്. ഇതിങ്ങനെ അങ്ങ് ഇതുപോലെ ചെയ്താൽ മതി. 1.5 ഇഞ്ച് ഇതുപോലെ ആം ഹോള് നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കാം. 1.5 ഇഞ്ച് വെച്ചിട്ട്. ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി ഇതേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. നമുക്ക് ഇത് കണ്ടോ, ഒരേ അളവ് തന്നെയാണോ എന്ന് നോക്കിയതാണ്. ഇനി നെക്ക് മാർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ബാക്ക് നെക്കിനായിട്ട് ഞാൻ ഫ്രണ്ട് നെക്കിനായിട്ട് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നെക്ക് വിഡ്ത്ത് ലെങ്ത്ത് എല്ലാം കൊടുക്കാം കേട്ടോ. ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്തൊക്കെ കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ യു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ഇത് കണ്ടോ, യു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 0.5 ആണ് മാർക്ക് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ആ 0.5 മാർക്ക് ചെയ്ത രീതിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അത് ഫ്രണ്ട് ആം ഹോളാണ്. ഇതുപോലെ 0.5 മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ കൊടുത്തിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത് കേട്ടോ. ഇനി ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാം. ഇനി ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ട് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി യോക്കിന് വെക്കാനായിട്ട് ചെറിയൊരു പീസ് വൈറ്റ്, നല്ല കട്ടിയുള്ള പീസാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്റ്റിഫാണെങ്കിലും മതി കേട്ടോ. നമുക്ക് ഇതേ രീതിയിലൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. 15, 14, 12 അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇറക്കം എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത് 3 ഇഞ്ച് 4 ഇഞ്ച് നമ്മുടെ ഇഷ്ടത്തിന് അതെല്ലാം എടുക്കാം കേട്ടോ. ഇതേ രീതിയിലൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് വെക്കുമ്പോൾ അറിയാം നമുക്ക് എത്ര വീതിയാണ് ഇതിന് കിട്ടുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 ഇഞ്ചാണോ 4 ഇഞ്ചാണോ അല്ലെങ്കിൽ 5 ഇഞ്ച് വേണമെങ്കിൽ 5 ഇഞ്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഞാനിവിടെ ബ്ലാക്ക് ടോപ്പാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് മാച്ചായിട്ടുള്ള ഒരു പീസ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ക്യാൻവാസ് അല്ലെങ്കിൽ പീസ്, ഒരു കട്ടിയുള്ള പീസ് തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ചെറിയ കട്ടിങ് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മടക്കി അടിക്കാൻ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പണി ഇത് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഭാഗമൊന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി ഈ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതേപോലെ തന്നെ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. നമ്മൾ ആദ്യം കാണിച്ച അതേപോലെ തന്നെ ഫോൾഡഡ് സൈഡിലാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സ്ലീവിന് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത്ത് നമുക്ക് എടുക്കാം. ഈ ഭാഗം ഇങ്ങനെ 10 ഇഞ്ച് 9 ഇഞ്ച് അങ്ങനെ നമുക്ക് നമ്മുടെ കൈവണ്ണം അനുസരിച്ചുള്ള അളവുകളാണ് എടുക്കേണ്ടത്. ഇവിടെ ഒരു 3 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 3 ഇഞ്ച് തന്നെ വീണ്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് ഷേപ്പായി കൊടുക്കാം കേട്ടോ. സ്ലീവിന് എളുപ്പ വഴിയിൽ ഷേപ്പാക്കി കൊടുക്കാവുന്ന മാർഗ്ഗമാണിത്.
ഇവിടെ നമുക്ക് കൈവണ്ണം എവിടെ വരെയാണോ ഇറക്കം എടുത്തത് ആ കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് തയ്യൽ തുമ്പാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റിഫ് വെച്ചിട്ട് നമ്മൾ വെച്ച ഭാഗമുണ്ടല്ലോ, ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്ക് കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തയ്ക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യോക്ക് പാർട്ട് വയ്ക്കുന്ന കാര്യം ആലോചിച്ചത്. ഞാൻ ഇതേ രീതിയിലൊന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നീങ്ങി പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടാണ് മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതേ രീതിയിലൊന്ന് മറിച്ച് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ഞാനൊരു ചെറിയ ലേസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തയ്ക്കാനായിട്ട് അതെങ്ങനെയാണ് വെക്കുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഈ സൈഡിൽ കൂടി ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുണ്ട്, ഈ നെക്കിൻ്റെ ചുറ്റും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാണ് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ലേസൊക്കെ വെച്ച് അടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഓക്കെ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഫ്രണ്ട് പോർഷൻ അടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ യോജിപ്പിച്ചെടുക്കുകയാണ്. സാധാരണ വയ്ക്കുന്നത് പോലെ തന്നെ ലൈനിങ് പാർട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് പാർട്ട് എടുത്ത് മറിച്ചിട്ട് തന്നെയാണ്. നമുക്ക് പൈപ്പിംഗ് ആണെങ്കിൽ ഇത് രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പൈപ്പിംഗ് ഒക്കെ ആണെങ്കിലും ഈ രീതിയിൽ തന്നെ വെച്ചാൽ മതി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ നൂലിങ്ങനെ വിട്ട് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉൾഭാഗത്തേക്ക് വരത്തക്ക രീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒന്ന് തിരിച്ച് മടക്കിയിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത് കണ്ടോ, നല്ല ഭാഗം എപ്പോഴും ചേർത്ത് വെക്കണം കേട്ടോ. ഇതേ രീതിയിലൊന്ന് വെച്ചിട്ടാണ് നമ്മളിത് 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടല്ലോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. ഇനി സ്റ്റിച്ച് 2 കൈ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചൊന്ന് മടക്കിയിട്ട് 1 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത്. ആ 1 ഇഞ്ച് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഭാഗം 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കണം. അതിനായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാകാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിലൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് നീഡിലൊന്ന് കുത്തി നിർത്തി പ്രഷർ പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വരികയാണ് കേട്ടോ. ഇത് ഞാൻ വ്യക്തമായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കണ്ടോ, നല്ല സ്ലിറ്റ് വന്നിട്ടില്ലേ? നല്ല ഭംഗിയായിട്ടുള്ള സ്ലിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെയൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്ലിറ്റ് പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റും. ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.